എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഫൈൻ വന്നു. അതായത് റോഡിൽ ഇപ്പോൾ ഡബിൾ ലൈനിൽ പാർക്ക് ചെയ്തുകൂടാ, പക്ഷേ ആ ലൈൻ വിസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഫൈൻ വന്ന ഉടനെ ഞാനത് അടച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ അത് ലൈൻ വിസിബിൾ അല്ല, നീ അപ്പീലിന് പോവുമായിരുന്നെങ്കിൽ നിനക്ക് ആ ക്യാഷ് റീഫണ്ട് ചെയ്തതെന്ന് അവൻ എന്നോട് പിറ്റത്തെ ദിവസം വന്ന് പറഞ്ഞു. ലീഗലി ഒരു ഇതാകും എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ വൈഫിന് പി ആറിന് കൊടുത്തപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ഫൈനാണ്, അതായത് ഒരു പാർക്കിംഗ് ചാർജും പിന്നെ ഒരു പെനാൽറ്റി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? പാർക്കിംഗ് ചാർജ് നോട്ടീസും പെനാൽറ്റി ചാർജ് നോട്ടീസും അത് രണ്ടും ബൈ ദ വേ സെയിം ആണ്. പക്ഷേ നമ്മളിപ്പോൾ പെനാൽറ്റി ചാർജ് നോട്ടീസ് എന്ന് പറയുന്നത് ഈ പബ്ലിക് കാർ പാർക്കുകളില്ലേ, കൗൺസിലിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക് കാർ പാർക്ക് നമ്മൾ പേ ചെയ്യുന്ന പല കാർ പാർക്കുകളുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമുക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് ഇടുമ്പോൾ കിട്ടുന്നതാണ് ഈ പെനാൽറ്റി ചാർജ് നോട്ടീസ്. പിന്നെ പാർക്കിംഗ് ചാർജ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള പാർക്കിങ്ങുകളല്ലേ, ഇപ്പം ടെസ്കോ അപ്പോൾ അങ്ങനെയുള്ള അവിടെയൊക്കെ നമുക്ക് 2 hours ഫ്രീ ആണ്. 2 hours കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന നോട്ടീസ് നമുക്ക് ശരിക്കും പാർക്കിംഗ് ചാർജ് നോട്ടീസ് ആയിരിക്കും. അതേസമയം നമ്മൾ കൗൺസിലിൻ്റെ കാർ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ ടൈം കഴിഞ്ഞിട്ട് പേ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും പെനാൽറ്റി ചാർജ് നോട്ടീസ് പറഞ്ഞായിരിക്കും വരുന്നത്. ഓൾമോസ്റ്റ് സംഭവം സെയിം ആണ്. പക്ഷെ അത് പബ്ലിക് അസറ്റ് ആകുമ്പോൾ പെനാൽറ്റി ആയിട്ടും പ്രൈവറ്റ് ആകുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു പാർക്കിംഗ് ചാർജ് നോട്ടീസ് ആയിട്ടും വരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു പാർക്കിംഗ് ചാർജ് ഫൈൻ, അതായത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ മിക്കയിടത്തും നമ്മൾ കാണാറുണ്ട് ഒരു യെല്ലോ കളറിൽ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്തെ പറ്റി നല്ല ഐഡിയ വേണം. നമ്മളത് പാർക്ക് ചെയ്ത സമയം കാര്യങ്ങൾ എല്ലാം നമുക്ക് കൃത്യമാണ്, നമ്മൾ ചെയ്തത് ഓക്കെ ആണ് എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആ നോട്ടീസ് എടുത്തിട്ട് അതിനകത്തൊരു അപ്പീൽ ചെയ്യുന്ന ഒരു മെയിൽ കാണും. ആ മെയിലിലേക്ക് ഒന്നുകിൽ മെയിൽ അയക്കുക അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കും. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് അവർ കണ്ടീഷൻസ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അപ്പീൽ ചെയ്യുന്നത്. ഇപ്പോൾ മേ ബി നമ്മൾ 6 മണി കഴിഞ്ഞ് ഫ്രീ ഉള്ള ഒരു സ്ഥലമായിരിക്കും, നമ്മൾ 5:50 കൊണ്ടിട്ടത്. അപ്പോൾ ഈ 10 മിനിറ്റിനിടയ്ക്ക് നമുക്ക് ഈ എൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ ആൾക്കാരുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ അവർ പാർക്കിംഗ് നോട്ടീസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും അടിക്കണമെന്നില്ല, പക്ഷേ ഇപ്പം ഓരോരുത്തരുടെ ഡിപ്പെൻസാണ്. ചിലരിപ്പോൾ 10 മിനിറ്റ് കൂടെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർ അടിക്കില്ല. ചിലർ 6 വരെയും നോക്കി നിന്ന് അടിച്ചിട്ട് പോകുന്നവരുണ്ട്. അത് ഓരോ ഓഫീസർമാരെ അനുസരിച്ച് ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ നമുക്ക് ബൈ ദ വൈ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ ഇടുന്നത്, ഇതുവരെ നമ്മളങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് മെയിൽ അയക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുകയും നമുക്ക് മുന്നേ ഒഫൻസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അപ്പീൽ റിവേർട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ചാർജിങ് നോട്ടീസ് ഇല്ലാതാക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ മറന്നുപോയ സാഹചര്യങ്ങളുണ്ടാകും. അത് ഫസ്റ്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും അത് നിങ്ങളിപ്പോൾ ഈ പ്രാവശ്യത്തേക്ക് നിങ്ങൾ അവിടെ അടയ്ക്കാനുള്ള പേയ്മെൻറ്റ് അടച്ച് ഇത് ഒഴിവാക്കി തരാം എന്നുള്ള രീതിയിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ക്ലീൻ എയർ സോണാണ്, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ULEZ മാത്രമേ കേട്ടിട്ടുള്ളൂ, ക്ലീൻ എയർ സോൺ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ ബ്രിസ്റ്റോളിൽ പോയി ക്ലീൻ എയർ സോണിൻ്റെ ഒരു നോട്ടീസ് 3 മാസം കഴിഞ്ഞാണ് വന്നത്. ഞാനപ്പോൾ അറിയില്ലായിരുന്നു എന്നുള്ള ഇതനുസരിച്ച് ഞാൻ മെയിൽ അയച്ചപ്പോൾ തിരിച്ചവർ അയച്ചത് അറിയില്ല എന്ന് പറയുന്നത് ഒരു റീസൺ അല്ല, പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു 9 പോണ്ടേ ഉള്ളൂ, അതടച്ച് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിടാം. ഇനി എപ്പോൾ ചെയ്താലും 100 പൗണ്ട് തന്നെ ഫൈൻ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 9 പൗണ്ട് അടച്ച് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ പല സ്ഥലത്തും പാർക്കിംഗ് ചാർജ് നോട്ടീസ് കിട്ടിയത് നമുക്കിതുപോലെ മിസ്റ്റേക്കാണ്, നമുക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് 1-2 സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് റിവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് നിന്ന് നമുക്കതൊരു റീസൺ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മേ ബി മോസ്റ്റ്ലി അത് വരുന്നത് പെർമിറ്റ് ഹോൾഡേഴ്സിൻ്റെ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യില്ല. അതായത് നമുക്ക് പേയ്മെൻ്റ് ഒന്നും അടച്ച് പാർക്ക് ചെയ്യേണ്ട സ്ഥലമല്ല, പെർമിറ്റ് ഹോൾഡർ മാത്രം ഇടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടിടുകയും നമുക്ക് നോട്ടീസ് വരികയും ചെയ്താൽ അത് അപ്പീൽ ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മൾ എല്ലാ കേസിനും അപ്പീലിന് പോകണോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്? നമ്മൾ ഇത്ര അപ്പീലിന് പോയി, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ അപ്പീലിന് പോയി, ഈ തവണ എനിക്ക് അപ്പീലിന് പോകുമ്പോൾ കിട്ടില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും? അത് ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് അത് ഇത് ചെയ്യുന്നത്. അതിൽ ലീഗൽ വശങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ നമ്മൾ പാർക്കിംഗ് ചാർജ് നോട്ടീസ് പോലുള്ള കാര്യങ്ങൾക്ക് അപ്പീൽ ചെയ്യുന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ട് അത് PR-നെ ഒന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈവൻ എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് പോലും പലപ്പോഴും ഞാൻ ചെയ്യാൻ മറന്നുപോയിട്ട് തിരിച്ചു വന്നവരെ ഫോണിൽ വിളിക്കുകയും അത് പറയുകയും ചെയ്യുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് നോട്ടീസ് വരുന്നതിന് മുന്നേ ആണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറയുകയും അവരുടെ ഒന്നുകിൽ ഹെൽപ്പ് ലൈൻ നമ്പർ കാണും അല്ലെങ്കിൽ മെയിൽ കാണും, ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പലവട്ടം ഹീത്രോയിൽ പോയിട്ട് നമ്മൾ ഡ്രോപ്പ് ഓഫ് പേ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അത് തിരിച്ച് വിളിച്ച് പറയുമ്പോൾ അവർ ഓക്കെ, നമ്മൾ ഇതിനകത്ത്
പോലീസ് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ലീഗലി ഒരു ഇതാകും എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ വൈഫിന് PR കൊടുത്തപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഫൈൻ വന്നു. അതായത് റോഡിൽ ഇപ്പോൾ ഡബിൾ ലൈനിൽ പാർക്ക് ചെയ്തുകൂടാ, പക്ഷേ ആ ലൈൻ വിസിബിൾ അല്ലായിരുന്നു. പക്ഷെ ഫൈൻ വന്ന ഉടനെ ഞാനത് അടച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ അത് ലൈൻ വിസിബിൾ അല്ല, നീ അപ്പീലിന് പോവുമായിരുന്നെങ്കിൽ നിനക്ക് ആ ക്യാഷ് റീഫണ്ട് ചെയ്തതെന്ന് അവൻ എന്നോട് പിറ്റത്തെ ദിവസം വന്ന് പറഞ്ഞു. വൺസ് ഞാൻ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പീലിന് പോയി ആ ക്യാഷ് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? മൈറ്റ് ബി ഇവിടുത്തെ ഒരു റൂള് വെച്ചിട്ട് നമുക്ക് പൈസ കിട്ടും. അതായത് അവിടെ ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രൂഫ് സഹിതം നമ്മൾ റിപ്ലൈ ചെയ്താൽ പൈസ, നോർമലി നമ്മളിത് വരുന്നതിന് മുമ്പ് അത് കൊടുക്കുക, കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇപ്പോഴാണ് അവൻ തുറന്നു പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഫോട്ടോ കാണുമ്പോൾ അത് വിസിബിൾ അല്ല. അതെ, അതിൽ അങ്ങനെ ഒരു നമ്മുടെ കയ്യിലൊരു സ്ട്രോങ് എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യുകയും നമുക്കത് കിട്ടാൻ ചാൻസ്, ഇൻ കേസ് പേ ചെയ്തെങ്കിൽ പോലും റീഫണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇവിടുത്തെ UK ഒരു റൂള് വെച്ചിട്ട് റീഫണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് 1 ഇയർ വണ്ടി ഓടിക്കാം എന്നുള്ളത്. സപ്പോസ് ഈ 1 ഇയർ തികയണതിന് മുമ്പ് ഞാൻ നാട്ടിൽ പോയി ഒരു മാസം നിന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ പിന്നെയും എനിക്ക് ആ 1 ഇയർ ആണോ അതെയോ ആ ബാലൻസ് മന്ത്സ് ആണോ നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്? അത് നമ്മുടെ ലൈസൻസ്, നമുക്കൊരു വാലിഡ് ഇന്ത്യൻ ലൈസൻസോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്ന് നമ്മൾ ഇവിടെ വന്ന് എൻ്റർ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 364 ഡേയ്സാണ് നമുക്ക് ഓടിക്കുന്നത്. അത് ആ ദിവസത്തിനുള്ളിൽ നമ്മൾ എത്ര വട്ടം പോയോ വന്നോ എന്നുള്ളത് പ്രശ്നമല്ല. ഇന്നിപ്പോൾ നമ്മളൊരു ജൂൺ 1 വന്നു എന്നുണ്ടെങ്കിൽ അടുത്ത മെയ് 28 വരെ അല്ലെങ്കിൽ 27 വരെ അതെങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും ദിവസമേ നമുക്ക് ഓടിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം നമ്മൾ ലാൻഡ് ചെയ്യുന്നത് തൊട്ട് എത്ര നാൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇനി ഇന്ത്യയിൽ പോയി ഒരു ലൈസൻസ് എടുത്തിട്ട് വന്നാൽ എനിക്ക് ഒരു കൊല്ലം ഓടിക്കാൻ പോകുന്നത് എൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് വാലിഡ് അല്ല. നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അന്ന് തൊട്ട് 1 വർഷത്തേക്ക്. പക്ഷേ ഇതിലെനിക്കൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം അത് പറ്റില്ല എന്ന് എനിക്കറിയാം. നമ്മൾ എന്നാണ് എൻ്റർ ചെയ്തത് അവിടെ നിന്ന് 1 ഇയർ. പക്ഷേ ഈ അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പിടിച്ചപ്പോൾ, പക്ഷേ ഇത് ആരും യൂസ് ചെയ്യാൻ നോക്കരുത്, മേ ബി ആ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാനിത് വീണ്ടും എടുത്ത് ചോദിച്ചൊരു കാര്യം, നമ്മൾ ജൂൺ 1 വന്നിട്ട് 8 മാസം അല്ലെങ്കിൽ ഈ 1 ഇയർ തികയണതിന് മുമ്പ് നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ആ തിരിച്ചു വരുന്നതെന്ന് മുതലാണ് 1 ഇയർ ആവുന്നത്. സപ്പോസ് അതല്ലാത്ത പക്ഷം നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഈ റീസെന്റ് ഞാൻ നമുക്ക് DVSAയുടെ സൈറ്റിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഇല്ല DVSAക്ക് നമ്മൾ മെയിൽ അയച്ചാൽ അവർ കൃത്യമായിട്ട്, ഞാനിത് വേറൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അവർ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ഒരു ഇതിൽ മെൻഷൻ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. DVSA വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ അയച്ചിട്ട് നമുക്ക് അതിൻ്റെ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ അത് ചാനലിൽ കൂടെ പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ DVLയിലേക്ക് മെയിൽ അയക്കണമെന്ന് പറഞ്ഞാൽ ഈ മെയിലിനെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടും. ആ കാര്യത്തിൽ ഇവിടെ പക്കയാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ അയക്കുന്ന മെയിലിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് അവർ തരും. അപ്പം നമ്മൾ അത്യാവശ്യം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മനുഷ്യനാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്നേക്കാം മേ ബി. കാരണം നമ്മളിപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടോ ഒന്നും എടുത്തൊരു വീഡിയോ അല്ല, ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു അല്ല. പക്ഷേ എനിക്കറിയാം ഇത്രയും വർഷങ്ങളായിട്ട്, പിന്നെ ഇവിടെ എത്രയോ പേർക്ക് ട്രെയിനിങ്ങും, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബ്രോയുടെ വൈഫിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഡ്രൈവ് ചെയ്യണ ഒരു വ്യക്തിയല്ല, ഇവിടെ വന്ന് മൂപ്പർക്കട ഒരു എന്താ പറയണ ചിട്ടയിലും എല്ലാത്തിലും കൂടി ലൈസൻസ് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീഡിയോയിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരാളാണ്. ഓക്കെ, അതുപോലെ ഈ വീഡിയോയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ എൻ്റെ ഒപ്പം വന്ന് സംസാരിക്കാം കേട്ടോ. ഒരു വീഡിയോ ഒന്നും പൂർണ്ണമല്ല എന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക. ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റിന് ഞങ്ങൾ റിപ്ലൈയോ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ.